4 കാര്യങ്ങൾ ഒരു മനുഷ്യന്റെ ദുനിയാവിലെ ഏറ്റവും വലിയ സൗഭാഗ്യങ്ങളാണ്. 4 കാര്യങ്ങൾ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു 4 കാര്യങ്ങളിൽ ഒന്ന് അൽ മർഅതു സ്വാലിഹ, സ്വാലിഹത്തായ ഭാര്യയാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഒരു മനുഷ്യന് ദുനിയാവിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ സൗഭാഗ്യത്തെ കുറിച്ച് 14 നൂറ്റാണ്ട് മുമ്പ് ലോകത്തിന്റെ മുത്തകിന്റെ പറഞ്ഞതിൽ ഒന്നാമതായി എണ്ണി ഒരു മനുഷ്യന് ദുനിയാവിൽ കിട്ടുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം അത് മർഅതു സ്വാലിഹ, അത് സ്വാലിഹത്തായ ഭാര്യയാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലേ? 22, 23, 25 വയസ്സിലേക്ക് കടന്നു വരുന്നത് പിരിയുന്നത് മരിച്ചിട്ട അതുവരെയുള്ള ജീവിതത്തിന്റെ സുഖങ്ങളും ദുഃഖങ്ങളും വേദനകളും ആകുലതകളും സന്തോഷങ്ങളും സന്താപങ്ങളും എല്ലാം നമ്മോടൊപ്പം പങ്കിടാൻ പറ്റിയ ഒരേ ഒരാള് അത് നമ്മുടെ പാതി. അത് നന്നായാൽ നമ്മൾ നന്നാകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ട് മർഅത്തു സ്വാലിഹ, സ്വാലിഹത്തായ പെണ്ണാണ് ഒന്നാമത് ഒരു മനുഷ്യന് ദുനിയാവിലെ ഏറ്റവും വലിയ സൗഭാഗ്യം. രണ്ടാമത്തെ സൗഭാഗ്യം അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, രണ്ടാമത്തത് അൽ മസ്കനുൽ വാസിഅ, വാസയോഗ്യമായ നല്ല ഒരു വീട്. നല്ല ഒരു വീട്, വീട്ടിൽ കയറിയാൽ നല്ലൊരു അന്തരീക്ഷം, ഒരു സമാധാനം, ഒരു സ്വസ്ഥത, ഒരു റാഹത്ത്, അങ്ങനെ ഒരു വീട്. അവന്റെ സമ്പത്തിൽ ഒതുങ്ങി നിൽക്കുന്ന നിലയിൽ അവന് റാഹത്തായ ഒരു ഇരുണ്ട് പിടിച്ച, അല്ലെങ്കിൽ ആ വീടല്ല, വെട്ടവും കുളിച്ചൊക്കെ ഉള്ള ഒരു റാഹത്തായ ഒരു വീട് ഒരു മനുഷ്യന്റെ ദുനിയാവിൽ കിട്ടുന്നത് സൗഭാഗ്യമായ റസൂലുള്ളാഹി. മൂന്നാമത്തത് വൽ ജാറു സ്വാലിഹ്, അവന്റെ അയൽവാസി സ്വാലിഹായ മനുഷ്യനാണെങ്കിൽ അവന് ദുനിയാവിൽ കിട്ടുന്ന മൂന്നാമത്തെ വലിയ സൗഭാഗ്യമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഒരു സ്ഥലത്ത് നമ്മൾ വസ്തു വാങ്ങിച്ചിട്ട് വീട് വെക്കുകയാണെങ്കിൽ വസ്തു വാങ്ങിക്കുന്നതിന് മുമ്പ് ആ വസ്തുവിന്റെ അടുത്ത് കിടക്കുന്ന ആളിന്റെ സ്വഭാവം മനസ്സിലാക്കി വാങ്ങിയാൽ ജീവിതം സന്തോഷകരമായി മുന്നോട്ട് പോകും. അടുത്ത് കിടക്കുന്ന അയൽവാസി നല്ല ഗുണമുള്ളവരാണ്, നല്ല സ്വഭാവമുള്ളവരാണ് എങ്കിൽ നമുക്ക് പിന്നെ അത് മതി. ഒരു 10 രൂപ കൂടുതലായാലും ഒരു 10 കാശ് കൂടുതൽ ആ സ്ഥലത്തിലായാലും എന്തില്ല, പ്രശ്നമില്ല. കാരണം എന്താ? അയൽവാസി നല്ലവനാണ്. നാലാമത് ദുനിയാവിലൊരു സൗഭാഗ്യം മർകലുൽ ഹനീ, നല്ലൊരു വാഹനമാണ്. ഉദ്ദേശിക്കുന്ന സമയത്ത് അവനെ കൊണ്ടെത്തിക്കാൻ പറ്റിയ, ഇടയ്ക്ക് നിന്ന് പോകാത്ത, കംപ്ലൈന്റ് ഇല്ലാത്ത നല്ലൊരു വാഹനമാണ്. ഇതാണ് ഒരു മനുഷ്യന് കിട്ടുന്ന ദുനിയാവിലെ ഏറ്റവും വലിയ സൗഭാഗ്യങ്ങളെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്.